ക്ഷേമ പെൻഷൻ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെന്നറിയാമോ? ഒന്നുമില്ല, എല്ലാം കൊടുത്തു എന്നാണ് കോൺഗ്രസുകാരും അവരെ താങ്ങുന്ന മാധ്യമങ്ങളും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നുണ പറയുന്ന കാര്യത്തിൽ അവരെ വെല്ലാൻ ഉലകത്തിൽ വേറെ ആളില്ലല്ലോ. പക്ഷെ ഈ നുണയും പറഞ്ഞ് പെൻഷൻ വാങ്ങുന്നവരുടെ മുമ്പിൽ ചെല്ലരുത്, അവർ കണ്ണടച്ച് പൊട്ടിക്കും. ചില പെൻഷൻ 11 മാസം വരെ കുടിശ്ശികയുണ്ടെന്ന് 2015 ഡിസംബർ 24 ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് 5 മാസം കൂടിയേ ആ സർക്കാരിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 2016 മെയ് 25 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ഇതിനിടയിൽ ഒരു പെൻഷൻ കുടിശ്ശികയും കൊടുത്തുമില്ല, ആരും വാങ്ങിയുമില്ല. ഇനി ഈ പാസ്ബുക്കുകൾ നോക്കൂ. 2013 നവംബർ മുതൽ പതിച്ചിട്ടുണ്ട്. ഡിസംബറിൽ പെൻഷൻ ഇല്ല. 2014 ഒരു മാസവും പെൻഷൻ ഇല്ല. ആദ്യത്തെ പെൻഷൻ കിട്ടിയിരിക്കുന്നത് തന്നെ 2015 ജൂൺ 19 അതും 600 രൂപ മാത്രം. ഒരു കുടിശ്ശിക തുകയും കിട്ടിയിട്ടില്ല. ഈ പെൻഷൻകാരന് കുടിശ്ശിക 15 മാസമാണ്. വേറൊന്ന് 2013 മൂന്നാം മാസം മുതൽ നോക്കാം. 2013 പെൻഷനേ ഇല്ല. 2014 ഇല്ല. 2015 ജൂൺ 19 600 രൂപ കിട്ടിയിരിക്കുന്നു. കുടിശ്ശിക തീർത്തിട്ടില്ല. ഈ പാവത്തിന് ആകെ 26 മാസമാണ് കുടിശ്ശിക. 2013 9 മാസം, 2014 12 മാസം, 2015 5 മാസം. അടുത്ത പാസ്ബുക്ക് നോക്ക്. 2016 ജനുവരിയിലാണ് 600 രൂപ കിട്ടിയിട്ടുള്ളത്. 2013 അവസാനം മുതലാണ് ഇതിൽ പതിച്ചിട്ടുള്ളത്. അക്കൊല്ലം നവംബറിലും ഡിസംബറിലും പെൻഷനേ ഇല്ല. 14 15 ഒരു മാസവും പെൻഷനില്ല. 26 മാസം കുടിശ്ശിക ഇവിടെയും കിടപ്പുണ്ട്. 3 പെൻഷൻകാരുടെ പാസ്ബുക്കാണ് നാം കണ്ടത്. അവർക്ക് 15 മുതൽ 26 മാസം വരെയാണ് കുടിശ്ശിക. അത് മുഴുവൻ കൊടുത്തു തീർത്തത് LDF സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആണ്. പെൻഷൻ വാങ്ങുന്നവർക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ വേറൊരു തരികിട കൂടെ UDF കാണിച്ചു. ക്ഷേമ പെൻഷനുകൾ 800ഉം 1100ഉം 1500ഉം ഒക്കെയായി വർദ്ധിപ്പിച്ച് 2014 ഉത്തരവിറക്കി. ഉത്തരവേ ഇറങ്ങിയിട്ടുള്ളൂ, തുക ആർക്കും കൊടുത്തിട്ടില്ല. ഇതൊക്കെ മറ്റാരെ കൊണ്ട് സാധിക്കും? പെൻഷൻ തുക മാസങ്ങളോളം കുടിശ്ശികയിടുക. അതിനെതിരെ പെൻഷൻ വാങ്ങുന്നവരിൽ അമർഷം പടരുമ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാൻ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക. എന്നിട്ട് കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷനും ഒരു പൈസ പോലും കൊടുക്കാതെ അവരെ ഭേഷായിട്ട് അങ്ങ് കബളിപ്പിക്കുക. എല്ലാവരും ആ കാലം മറന്നുവെന്ന ധാരണയിലാണ് ഇപ്പോൾ പലരും ഇവിടെ നല്ല വിള ചമയുന്നത്. 2006 VS സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ഇത് തന്നെയായിരുന്നു കേരളത്തിലെ സ്ഥിതി. അന്ന് ആന്റണി സർക്കാർ വരുത്തി വെച്ചത് 2.5 കൊല്ലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർക്കാനും ധനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ തോമസ് ഐസക്കിനായിരുന്നു നിയോഗം. പെൻഷൻ തുക പടിപടിയായി വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ആന്റണിയുടെ കാലത്തെ 2.5 കൊല്ലവും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 1.5 കൊല്ലവും ചേർത്ത് 4 കൊല്ലത്തെ പെൻഷൻ കുടിശ്ശിക കൂടെ കൊടുത്തു തീർത്തതും അദ്ദേഹമാണ്. അതുകൊണ്ടൊക്കെയാണ് പത്തനംതിട്ടക്കാർ ഇപ്പോൾ പാട്ട് പാടുന്നത്. ഐസക് കാണൻ